നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പുണർദം നക്ഷത്രം തങ്ങളുടെ കർമ്മരംഗത്ത് പുതിയ ആശ്രിതരെ, പുതിയ ജീവനക്കാരെ ആവാം, പുതിയ ജോലിക്കാരെ ആവാം, നിയമിക്കുകയും സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ പുനർനിർണയം ചെയ്ത് തൻ്റെ കർമ്മമേഖല വിപുലീകരിക്കുന്നതുമാണ്. ഉന്നതരുമായുള്ള സഹവാസത്തിലൂടെ കൈവരുന്ന സ്വാധീനം തൻ്റെ ജീവിത നവീകരണത്തിന് ഉപയോഗിക്കുകയും പൊതുകാര്യ പ്രസക്തമായ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി പ്രാദേശിക പിന്തുണ ലഭിക്കുന്നതുമാണ്. അതായത് ഒരു രാഷ്ട്രീയക്കാരനാവാനുള്ള എല്ലാവിധ അവസരവും വന്നു ഭവിക്കുന്നുണ്ടെന്ന് സാരം. തുടർന്ന് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവേശിക്കുവാനും ശോഭിക്കുവാനും ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം തന്നെ അംഗീകാരവും പ്രശസ്തിയും കുറച്ചു വൈകിട്ടാണെങ്കിലും എത്തിച്ചേരുന്നതായി തെളിയുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള പണമാണ് നിങ്ങളുടെ തുടർ ജീവിതത്തിൻ്റെ ആധാരമായി കാണുന്നത്. തങ്ങൾക്കുണ്ടാകുന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളുടെയും അടുത്ത കുടുംബക്കാരുടെയും സഹായം തേടാനുള്ള സാധ്യതയും സുഹൃത്തുക്കളിലൂടെ ഉള്ള കർമ്മരംഗ ജീവിത പുരോഗതിയും കാണുന്നുണ്ട്. ഇനി ജോലി സ്ഥലത്തെയോ കർമ്മമേഖലയിലെയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള പരിശ്രമങ്ങൾക്ക് ഫലം ഉള്ളതായാണ് മനസ്സിലാവുന്നത്. താൻ മുൻപ് സ്വപ്നങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായും, വളരെയധികം ശ്രദ്ധിച്ചോളൂ, താൻ മുൻപ് സ്വപ്നങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായി നടക്കുന്നതായും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതുമായിട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം തെളിയുന്നത്. തങ്ങളിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായാലും നിറവേറ്റപ്പെടുന്നതായാണ് അനുഭവപ്പെടുന്നത്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നതാണെങ്കിലും തങ്ങൾക്ക് തന്നെ ഗുണം അനുഭവിക്കാൻ പറ്റുന്നതാണെങ്കിലും അതിന് ഫലങ്ങൾ കൈവരുന്നതായാണ് മനസ്സിലാവുന്നത്. തങ്ങളുടെ വാക്ക് പാലിക്കുന്നതിൽ അഭിമാനിക്കുകയും അന്യരുടെ വിഷമതകളിൽ സഹായിക്കുകയും ചെയ്യുവാനുള്ള താല്പര്യം
ഉണ്ടാവുന്നു. സൽസന്താനങ്ങൾക്കും വളരെ സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിനും ഉള്ള അവസരങ്ങളാണ് കൈവരുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വർഷാവസാനം കൈവരുന്ന ഒരു മഹാഭാഗ്യത്തിലൂടെ, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ പറയുന്നത്, ഈ വർഷാവസാനം നിങ്ങൾക്ക് കൈവരുന്ന ഒരു മഹാഭാഗ്യത്തിലൂടെ നിങ്ങളെക്കുറിച്ച് ലോകം അറിയുവാനും നിങ്ങളുടെ കുടുംബത്തിനും നാടിനും രാജ്യത്തിനുമെല്ലാം അഭിമാനകരവുമായ ഒരു വിശിഷ്ട വ്യക്തിയാണ് നിങ്ങളെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മാസഫലത്തിലെ, വർഷഫലത്തിലെ, വിഷുഫലത്തിലെ പുതിയ സ്ഥലങ്ങളിൽ പോവുകയും താമസിക്കുകയും ചെയ്യാനുള്ള ഭാഗ്യം കൂടി കൈവരുന്നു. ഇനി തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ വിജയവും ഉദ്യോഗലബ്ധിയും ഉണ്ടാകുന്നു. തൊഴിൽ, ബിസിനസ്, മറ്റ് കർമ്മരംഗങ്ങളിലെല്ലാം തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയും അതോടൊപ്പം സ്ഥാനപ്രാപ്തിയും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കുടുംബത്തിലുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടം ഈ വർഷം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ തീർക്കുവാൻ സാധിക്കുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ഓഹരി വിപണി, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് ധാരാളം ധനലാഭമുണ്ടാകുന്നു. ബിസിനസ് രംഗത്ത് അപൂർവവും വളരെയധികം പ്രശംസ ലഭിക്കുന്നതുമായ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നു. അർദ്ധ സർക്കാർ, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമുണ്ടാകുന്നു. സഹപ്രവർത്തകരുടെ സഹകരണം ഇതിന് വളരെയധികം സഹായകമാകും. ഏറ്റെടുത്ത പ്രവൃത്തികൾ കർമ്മരംഗങ്ങളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. ആരോഗ്യപരമായി നിലനിന്നിരുന്ന വിഷമതകൾക്ക് ശമനം ലഭിക്കുന്നു. ജോലി സ്ഥലത്ത് മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകുന്നു. ബന്ധുജനങ്ങളുടെ പിണക്കം മാറി അവർ തിരിച്ചു വരുന്നു. രമ്യതയിലാവുന്നു. പൂർവാധികം സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഇനി വിവാഹമോചനം വരെ എത്തിയിരുന്ന തർക്കങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നത് പരിഹരിച്ച് ഒരുമയോടെ മുന്നോട്ട് പോകാനായി സാധിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടതും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചു വരുന്നു. സന്തോഷം തിരിച്ചു വരുന്നതാണ് ജീവിതത്തിൽ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ദൈവാധീനവും പ്രാർത്ഥനയും മുഖേന സന്താനഭാഗ്യമുണ്ടാകുന്നു. ഈ വർഷം വളരെ സന്തോഷകരമായിട്ടുള്ള മംഗളകാര്യങ്ങളാണ് കുടുംബത്തിൽ നടക്കാൻ പോകുന്നത്. സന്താനഭാഗ്യം കൈവരുന്നു. സന്താനങ്ങളിൽ കൂടെ ശ്രേയസ്സും സന്തോഷവും കൈവരുന്നു. മുൻപുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒഴിവാവുന്നു. ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുന്നു. കുടുംബജീവിതം ചുരുക്കി പറഞ്ഞാൽ സന്തോഷകരമായി മാറുന്നു. ജോലി, ബിസിനസ് ആവശ്യാർത്ഥവും പരിശീലനത്തിനും വിനോദത്തിനുമായി നിങ്ങൾക്ക് ദൂരയാത്രകൾ നടത്തേണ്ടി വരുന്നൊരു വർഷമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ്, ഒരു വിഷുഫലമാണ് നിങ്ങളുടെ. ശ്രദ്ധിക്കണം. സിനിമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിരവധി ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന സമയമാണ്. ഇതാണോ സന്തോഷ വാർത്ത എന്ന് നിങ്ങൾ ചിലപ്പം വിചാരിക്കും. അങ്ങനെയുള്ള തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കേട്ടാലും കേൾക്കേണ്ടി വന്നാലും അതേസമയം നിരവധി കർമ്മങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരുന്നതായി കാണുന്നു. തങ്ങളുടെ ജീവിത പങ്കാളിയോടുകൂടി ചർച്ച ചെയ്തെടുക്കുന്ന ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനവും അതിലുപരി കുടുംബാംഗങ്ങളുടെ അനുകൂല ഭാവവും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദങ്ങളും നിങ്ങളെ താൽക്കാലികമായി അനുഭവിക്കുന്ന ഈ ആരോപണങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സഹായിക്കുന്നു. ഈ വർഷാവസാനം അനുഭവിക്കേണ്ടി വരുന്ന ചെറിയ കഷ്ടതകൾക്കും മാനസിക അസ്വസ്ഥതകളും പരിഹാരം കാണുന്നതിന് കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ദേവീക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലോ സന്ദർശിച്ച് യഥാശക്തി കഴിയുന്ന പോലെ, പറ്റുന്ന പോലെ, സാധിക്കുന്ന പോലെയുള്ള വഴിപാടുകൾ നടത്തുന്നതും ഫലസിദ്ധി പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു
പുതുവത്സര ആശംസകൾ നേരുന്നു. സർവൈശ്വര്യ സമ്പന്നമായൊരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.